السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിടുത്തെ ജീവിത ചരിത്രത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ അവിടുത്തെ വിശേഷണങ്ങളും മഹത്വങ്ങളുമൊക്കെ പരിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ വന്നത് കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുകയുണ്ടായി. ഇനി മഹാനവറുകളുടെ ത്യാഗപൂർണമായ പ്രബോധന കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളത്. അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയത് മുതൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ നിർവഹിക്കുന്നതിന്റെ മുമ്പായി തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുത്തത് തന്റെ സ്വന്തം വീട് തന്നെയാണ്. അത് തന്നെയാണല്ലോ ഒരു പ്രബോധകന്റെ പ്രബോധന രീതിയുടെ മുൻഗണനാക്രമവും. അത് തന്നെയാണ് താൻ നന്നാവുകയും തന്റേതായ വീടും കുടുംബത്തെയും നന്നാക്കുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് ഇന്ന് പലരും ചിന്തിച്ചിട്ട് പോലുമില്ലാത്തൊരു കാര്യം. സ്വന്തം പിതാവിനോടോ മാതാവിനോടോ ബന്ധപ്പെട്ടവരോടോ സത്യം പറയാതെ അകന്നവരോട് മാത്രം സത്യത്തെ സംബന്ധിച്ച് ഉത്ബോധിപ്പിക്കുന്ന, ബന്ധപ്പെട്ടവരോട് ഒന്നും സംസാരിക്കാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു അവിടുത്തേക്ക് ഈ ദൗത്യം ഏൽപ്പിച്ച മാത്രയിൽ ഓർമ്മപ്പെടുത്തിയത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്നാണ്. പ്രവാചകരെ, അവിടുത്തെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളോട് താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം, തൗഹീദിന്റെ ആ ദൗത്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൃത്യമായ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം സ്വയം ഉൾക്കൊണ്ട മഹാനുഭാവൻ ആദ്യം തന്നെ അത് പഠിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് ശിർക്കിന്റെ പ്രചാരകരും അതിന്റെ ഹോൾസെയിൽ വ്യാപാരിയുമായ തന്റെ പിതാവിനെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. വളരെ യുക്തമായ വിനീതമായ ശൈലിയിൽ, സ്നേഹം തുളുമ്പുന്ന ഭാഷയിൽ, വളരെ ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദൗത്യം തന്റെ പിതാവിൽ നിർവഹിക്കുന്നതായി
വിശുദ്ധ ഖുർആൻ പലയിടത്തുമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ സൂറത്ത് മറിയമിൽ അല്ലാഹു 4 തവണ അദ്ദേഹം യാ അബതി യാ അബതി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ എന്ന ആമുഖത്തോടെ അല്ലാഹു അത് അറിയിച്ചിരിക്കുകയാണ്. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെയും നീ സ്മരിക്കുക. ഇന്നഹു നിശ്ചയമായും അദ്ദേഹം കാന അദ്ദേഹമായിരുന്നു സിദ്ദീഖൻ നബിയ സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു. എന്നിട്ട് പറയാണ് അദ്ദേഹം നടത്തിയ ആ ദൗത്യം, തന്റെ പിതാവിൽ നിർവഹിച്ച ദൗത്യത്തെ വിശദീകരിക്കുകയാണ്. ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ്യാ يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഉപദേശങ്ങൾ അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബതി എന്റെ പൊന്നു പിതാവേ, ബഹുമാനത്തോടെ സ്നേഹത്തോടെ വളരെ ഗുണകാംക്ഷയോടെ അദ്ദേഹം വിളിക്കുകയാണ്, എന്റെ ഉപ്പ. ലിമ തഅബുദു നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ കേൾക്കാത്ത, വലാ യുബ്സിറു ഒന്നും കാണാത്ത, വലാ യുഗ്നി അൻക ശൈആ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയാത്ത ഇവയെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു? അതിലൂടെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയുടെ മുമ്പിൽ ഹുജ്ജത്ത് പൂർത്തിയാക്കുകയാണ്, തെളിവ് നിരത്തുകയാണ്. കേവല സംസാരമല്ല, പഠിച്ചവതരിപ്പിക്കുകയാണെന്ന് ഓർക്കണം. അദ്ദേഹം ചോദിക്കുന്നത്, എന്തിനാണ് ഉപ്പാ നിങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നത്? എന്തിനെ? കേൾക്കാത്ത കാണാത്ത നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയാത്തവയെ. അതിലൂടെ തന്നെ മഹാനവറുകൾ ഒരു മെസ്സേജ് കൊടുത്തു, എല്ലാം കേൾക്കുന്നവനെ മാത്രമേ ആരാധിച്ചിട്ട് ഫലമുള്ളൂ, എല്ലാം കാണുന്നവനെ മാത്രമേ ആരാധിച്ചിട്ട് ഫലമുള്ളൂ. എന്തെങ്കിലും നമുക്ക് ചെയ്തു തരാൻ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവുള്ളവരെ അതിനെ മാത്രമേ ആരാധിച്ചിട്ട് കാര്യമുള്ളൂ. ആ നിലക്കുള്ള സന്ദേശം ഒന്നാമത്തെ വാചകത്തിൽ തന്നെ അടങ്ങി. അതുകൊണ്ട് കേൾക്കാത്ത കാണാത്ത ഒരു ഉപകാരവും ചെയ്തു തരാൻ കഴിയാത്തവയെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് പിതാവേ? ഞാൻ എന്റെ ഉപ്പയോട് ഇത് പറയുമ്പോ എന്റെ ഉപ്പ വിചാരിക്കും, ഇത് പറയാൻ ഇവനാരാ, ഇത് പറയാൻ ഇവനെന്ത് അവകാശമാണെന്ന് എന്റെ ഉപ്പ ചിന്തിച്ചു പോകരുത്. യാ അബതി എന്റെ പിതാവേ, ഇന്നീ നിശ്ചയമായും ഞാൻ ഖദ് ജാഅനീ എനിക്ക് വന്നെത്തിയിട്ടുണ്ട് തീർച്ചയായും മിനൽ ഇൽമി അറിവിൽ നിന്ന്, അഥവാ അല്ലാഹുവിങ്കൽ നിന്നുള്ള കൃത്യമായ അറിവിന്റെ എനിക്ക് നൽകപ്പെട്ട വഹീന്റെ അടിസ്ഥാനത്തിലാ ഞാൻ എന്റെ ഉപ്പയോട് സംസാരിക്കുന്നത്. ആ അറിവ് മാലം എന്റെ ഉപ്പാക്കത് കിട്ടിയിട്ടില്ല, ഉപ്പാക്കത് വന്നെത്തിയിട്ടില്ല, എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തബിഇനീ എന്നെ ഉപ്പാ നിങ്ങൾ പിന്തുടരണം. അഹ്ദിക എങ്കിൽ എന്റെ ഉപ്പയെ ഞാൻ വഴി കാണിക്കാം. സിറാത്തൻ സവിയ്യാ ഏറ്റവും ശരിയായ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ വഴി നടത്താം. ഉപ്പയോട് പറഞ്ഞില്ല, ഉപ്പാ നിങ്ങൾ ജാഹിലാണെന്ന് പറഞ്ഞില്ല. യാബത്തി ഇന്നക ജാഹിലുൻ എന്ന് പറഞ്ഞില്ല. ഉപ്പാ നിങ്ങൾ വിവരം കെട്ടവനാണെന്ന് പറഞ്ഞില്ല. മറിച്ച് മറ്റൊരു ശൈലിയാണ് പ്രയോഗിക്കുന്നത്. എന്നാൽ അതിലുണ്ട് താനും ഉപ്പാക്ക് വിവരമില്ല, എനിക്കാണ് വിവരമുള്ളതെന്ന്. എന്നാൽ ജാഹിൽ എന്ന് പറഞ്ഞു പ്രകോപിപ്പിക്കാനും നോക്കിയിട്ടില്ല. മറിച്ച് പറഞ്ഞത്, ഉപ്പാ നിങ്ങൾക്ക് കിട്ടാത്ത ചില അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ അനുഗമിച്ചോളൂ, ശരിയായ റൂട്ടിലേക്ക് ഞാൻ നിങ്ങൾക്ക് വഴി നടത്താം, വഴി കാണിച്ചു തരാം.
വീണ്ടും പറയാണ്, ഉപ്പാ നിങ്ങൾ ഈ നിലകൊള്ളുന്ന ആദർശം നിങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് അതിന് വേണ്ട ന്യായീകരണങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നൊരു ചെകുത്താനാണ്. അതുകൊണ്ട് ശൈത്താനെയാ നിങ്ങൾ ഇത് മുഖേന പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത് ഉപ്പാ. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയാ. പരമകാരുണികനോട് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്നവനാണ്, മൊരത്ത ധിക്കാരിയാണ് ശൈത്താനെന്ന് ഉപ്പ മനസ്സിലാക്കണം. അവൻ നിങ്ങൾക്കൊരിക്കലും നന്മ വരുത്തൂല, നന്മ ഉപദേശിക്കൂല, നിർദ്ദേശിക്കൂല. അതുകൊണ്ട് അവനെ വിട്ടുകൊണ്ട് എന്റെ വാക്കുകളെ ഒന്ന് ചെവി കൊടുക്കണേ. പിന്നെയും പറയുന്നു, ഇതൊക്കെ ഉപ്പയോട് ഞാൻ പറയുന്നത് എന്റെ ഉപ്പ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്റെ ഉപ്പയുടെ കാര്യത്തിൽ എനിക്ക് വേദനയുള്ളത് കൊണ്ടാണ്. യാ അബതി, എന്റെ പൊന്നു പിതാവേ, ഇന്നി അഖാഫു അൻ യമസ്സക്, എന്റെ ഉപ്പ നിങ്ങളെ ബാധിക്കുന്നത് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. അദാബും മിനർ റഹ്മാൻ, പരമകാരുണികനിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ ബാധിച്ചേക്കും. ഈ ആദർശം നിങ്ങൾ പിന്തുടർന്ന് അതനുസരിച്ചുള്ള ജീവിതത്തിന് നിങ്ങൾ തയ്യാറല്ലാത്ത പക്ഷം റഹ്മാനായ റബ്ബിന്റെ അദാബ് നിങ്ങൾക്ക് ബാധിച്ചേക്കുമുപ്പാ. അങ്ങനെ ഫതകൂന ലിശൈത്താനി വലിയാ, നിങ്ങൾ ശൈത്താനെ മിത്രമായി സ്വീകരിച്ച വ്യക്തിയായി തരം താഴ്ന്ന് അതപ്പതിച്ചു പോകും. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ എന്ന് തൗഹീദിന്റെ ആ കൃത്യമായ ഹുജ്ജത്ത്, അതിന്റെ പ്രമാണം, അതിന്റെ യുക്തിബോധം, ശിർക്കിന്റെ യുക്തിരാഹിത്യം, അതൊക്കെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയോട് വളരെ സൗമ്യമായ ഭാഷയിൽ, ഗുണകാംക്ഷയോടെയുള്ള ശൈലിയിൽ എല്ലാം ഒത്തിണങ്ങിയ ഒരു സതുപദേശമാണ് നടത്തിയതെങ്കിലും ഇങ്ങനെയൊക്കെ നല്ല ശൈലിയിൽ സൗമ്യമായി സംസാരിച്ചപ്പോഴും ആ പിതാവ് ഒരിക്കൽ പോലും യാ ബുനയ്യ എന്ന് തിരിച്ചു വിളിച്ചില്ല. യാ അബതി എന്ന് സ്നേഹത്തോടെ 4 വട്ടം സംബോധന ചെയ്ത പൊന്നുമോനെ നോക്കിയിട്ട് ഒരിക്കൽ പോലും എന്റെ പൊന്നുമോനെ നീ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല എന്ന ശൈലി അല്ല പറഞ്ഞത്. പേരെടുത്ത് വിളിച്ചിട്ട് ഗൗരവത്തോടെ പറയാണ്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. ആസർ പറയുകയാണ്, അറാഗിബുൻ അൻത, ആ ബാപ്പ പറഞ്ഞു മോനോട് പറയാണ്, അറാഗിബുൻ അൻത അൻ ആലിഹതി, എന്റെ ആരാധ്യന്മാരെയൊക്കെ നീ വെറുക്കുകയാണോ? യാ ഇബ്രാഹിം, എടോ ഇബ്രാഹിമേ, ഇബ്രാഹിമേ, എന്റെ ആരാധ്യന്മാരെയും ദൈവങ്ങളെയും ഒക്കെ നീ വെറുക്കുകയാണോ? ലഇല്ലം തന്തഹി, നീ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും, നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും. അതുകൊണ്ട് വഹ്ജുർനി, എന്നെ വിട്ട് നീ പൊയ്ക്കോളണം. മലിയാ, ദീർഘകാലം നീ എന്നോട് നിന്നെ എനിക്ക് കാണണ്ട. വഖ്തഇനി വഅതിൽ ഹുജറാനി എന്ന് തഫ്സീറുകളിൽ കാണാം. നീ എന്നുമായിട്ട് ബന്ധം മുറിക്കണം, നീ ഇവിടെ നിന്ന് കടന്നു പോകണം, നീ ഇവിടെ നിന്ന് വേഗം എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോളണം. ഇനി തീരെ നിന്നെ എനിക്ക് കാണണ്ട, ഇനി നിന്നെ എനിക്ക് ഒരു കാലത്തും കാണുക പോലും ചെയ്യണ്ട, എന്റെ മുന്നിൽ നിന്ന് നീ പോകണം എന്ന കടുത്തുറച്ച ശൈലിയിലാണ് ബാപ്പ പ്രയോഗിക്കുന്നത്. ഏത് കാലത്തും മുഅ്മിനീങ്ങൾ എന്ത് സൗമ്യമായ ഭാഷ പ്രയോഗിച്ചാലും നിഷേധികൾക്ക് എപ്പോഴും ഹൃദയത്തിന് കാഠിന്യമാണ്. കാരണം അവർക്ക് ലോലതയില്ല. അല്ലാഹ് പറഞ്ഞതുപോലെ സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി, കല്ലുകളെ പോലെ ആയിപ്പോയി, അല്ല അതിനേക്കാളും കടുത്തുറച്ച കൽബുകളായിപ്പോയി. ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളുടെ കാഫിറുകൾക്ക് അവർക്ക് എപ്പോഴും പ്രതികരണം വളരെ മോശമായിരിക്കും. കടുത്തുറച്ച ഹൃദയത്തിന്റെ വക്താക്കളായിരിക്കും. എത്ര അങ്ങോട്ട് സൗമ്യതയിൽ സംസാരിച്ചാലും ഇങ്ങോട്ട് തെറിയും ആ രൂപത്തിലുള്ള വളരെ മോശമായ പരിക്കൻ പ്രതികരണങ്ങളുമായിരിക്കും ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വളരെ സ്നേഹത്തോടെ മകനായ ഇബ്രാഹിം അലൈഹിസ്സലാം സംസാരിച്ചപ്പോഴും 4 തവണ യാ അബത്തി എന്ന സ്നേഹം തുളുമ്പുന്ന സൗമ്യ ശൈലി പ്രയോഗിച്ചപ്പോഴും ഒരിക്കൽ പോലും ആ പിതാവിന് തോന്നിയില്ല യാ ബുനയ്യ എന്ന് വിളിച്ചില്ല.
വിളിച്ചില്ല. അതേ അവസരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാന്റെ കൽപ്പന കിട്ടി, മോനെ അറുക്കണം എന്ന കൽപ്പന വന്നപ്പോ എന്താ വിളിച്ചത്? യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, നിന്നെ അറുക്കണം എന്നുള്ളയുടെ കൽപ്പന ഉണ്ട്. ആ പ്രയോഗിക്കുന്ന ഭാഷ ഇബ്രാഹിം നബിക്ക് അറിയാം. അതെ, അത് സത്യത്തിന്റെ നേതാവാണ്, സത്യപ്രബോധനത്തിന്റെ വക്താവാണ്. അതേ അവസരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബാപ്പ ഒരിക്കൽ പോലും മോനെ യാ ബുനയ്യ എന്ന് വിളിച്ചിട്ടില്ല. കാരണം കടുത്തുറച്ച ശിർക്കിന്റെ കാഠിന്യ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ആസർ എന്ന് പറയുന്ന ആ പിതാവ്. പരുക്കൻ പ്രകൃതക്കാരൻ. ആ സമയത്തും അങ്ങനെ പരുക്കൻ പരുഷ സ്വഭാവം ബാപ്പ പ്രകടിപ്പിച്ചപ്പോഴും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ വെച്ചും പ്രതികരിക്കുന്നത് ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയാ. അദ്ദേഹം പറയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാല, അദ്ദേഹം പറഞ്ഞു ബാപ്പയോട്, സലാമുൻ അലൈക, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്നല്ലാതെ എനിക്ക് വാപ്പയോടൊന്നും പറയാനില്ല. അവിടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം, ഐലാ യസിലുക മിന്നീ മക്റൂഹുൻ, ബാപ്പ ഞാൻ പറഞ്ഞത് എതിർത്തതിന്റെ പേരിൽ ബാപ്പയെ ദേഹോപദ്രവമേൽപ്പിക്കാനൊന്നും വെറുക്കപ്പെടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എന്റെ ബാപ്പയെ ചെയ്യാനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. വലായനാലുക മിന്നീ അദാ, എന്നിൽ നിന്ന് ഒരു ദ്രോഹവും ബാപ്പാക്ക് ഉണ്ടാകാനും പോകുന്നില്ല. ബൽ അൻത സാലിമുൻ മിൻ നാഹിയതി, എന്റെ ഭാഗത്തു നിന്ന് എന്റെ ബാപ്പാനോട് ഞാനൊന്നും ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഈ സത്യം എന്റെ ബാപ്പയെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്നേയുള്ളൂ. മാത്രമല്ല അതിനും പുറമേ അദ്ദേഹം വീണ്ടും ഖൈറായ മറുപടി പിന്നെയും പറയുന്നു, സഅസ്തഗ്ഫിറു ലക റബ്ബി, ഉപ്പാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടും. എന്റെ ഉപ്പ വിവരമില്ലാത്തോണ്ട് പറഞ്ഞതാണ്. എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ശേഷം പറയും. കാരണം ഇന്നഹു കാന ബി ഹഫിയ, എന്റെ നാഥൻ എന്നോട് അത്രയും അനുകമ്പയുള്ളവനാണ്, ദയാവായ്പുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ നാഥനോട് ഉപ്പാക്ക് വേണ്ടി ഞാൻ പറയും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ആദർശം തുറന്നു പറയാനൊട്ട് മടിച്ചതുമില്ല. ബാപ്പയെ വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് പറയാനില്ല, ബാപ്പയെ എനിക്ക് ചീത്ത പറയാനില്ല, ബാപ്പയെ എനിക്ക് എന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ബാപ്പയെ ദേഹോപദ്രവമേൽപ്പിക്കാനും ഞാനില്ല. ബാപ്പയുടെ വിവരക്കേട് കൊണ്ട് ബാപ്പയത് പറഞ്ഞതിൽ ഞാൻ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ റബ്ബിനോട് ഇനിയും നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചേക്കും. അതൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും പ്രഖ്യാപിക്കുകയാണ്, വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയാനില്ലെങ്കിലും ആദർശം അപ്പോഴും തുറന്ന് പറഞ്ഞുകൊണ്ടാ ഇറങ്ങിപ്പോകുന്നത്. വഅഅ്തസിലുക്കും വമാ തദഊന മിൻ ദൂനില്ലാഹ് വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ. വഅഅ്തസിലുക്കും, ഞാൻ നിങ്ങളെ ഒഴിവാക്കി പോകുന്നു, ഞാൻ നിങ്ങളെ വെടിഞ്ഞു പോവുകയാണ്. നിങ്ങളെ മാത്രമല്ല, വമാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു വരുന്നവയെയും ഞാനിതാ ഒഴിവായി പ്രഖ്യാപിക്കുന്നു. ഞാനതുമായിട്ട് ബന്ധമില്ല. ആ ആദർശമാണ് എനിക്ക് വലുത്. എനിക്ക് ആ ആദർശത്തിന്റെ രംഗത്ത് വിട്ടുവീഴ്ചയില്ല. വഅദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ ദുആ ഇരക്കുകയുള്ളൂ. കാരണം അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ, ഞാൻ എന്റെ രക്ഷിതാവിനോട് തേടുന്ന തേട്ടത്തിൽ ഒരിക്കലും ഞാൻ ഭാഗ്യം കെട്ടവനാവില്ല. എനിക്ക് പ്രതീക്ഷയാണ് എന്റെ റബ്ബിലുള്ളത്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ശിർക്കിൽ നിന്നും നിങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുന്നു. എന്നിട്ട് മഹാനവറുകൾ പ്രാർത്ഥിച്ചു, വഗ്ഫിർ ലി അബീ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇന്നഹു കാന മിനദ്ദാല്ലീൻ, അദ്ദേഹം വഴിപിഴച്ചു പോയിട്ടുണ്ടല്ലോ.
പഴച്ചുപോയല്ലോ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോടെടുത്ത കരാറ് പാലിച്ചിട്ടുമുണ്ട്. പക്ഷേ പിന്നീടാണ് റബ്ബിൽ നിന്ന് അദ്ദേഹത്തിന് വ്യക്തമായ വിവരം ലഭിക്കുന്നത്. ഈ ഉപ്പയിന് നന്നാകുന്ന പ്രശ്നമില്ല, കഠിനമായ ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്, കഠിന ശത്രുവാണ് അദ്ദേഹമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ബോധ്യമായപ്പോൾ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൽ ലില്ലാഹി തബറഅ മിൻഹു ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. സൂറത്തു തൗബയിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഫലമ്മാ തബയ്യന ലഹു, അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ, അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി, അന്നഹു അദുവ്വുൽ ലില്ലാഹ്, ബാപ്പ അല്ലാഹുവിന്റെ ശത്രുവാണ്. നന്നാവില്ല, ബാപ്പ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തബറഅ മിൻഹു, ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്ന് മഹാനവറുകൾ ഒഴിവായിട്ടുണ്ട്. കാരണം എന്താണ്? അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്നത് ഇസ്ലാമിന്റെ തത്വമായി പഠിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ 113-ാമത്തെ അധ്യായത്തിൽ കാണാം. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബുൽ ആലമീൻ ലോകത്ത് മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് ഓതിക്കൊടുത്തു. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ഒരു നബിക്കോ സത്യവിശ്വാസികൾക്കോ പാടില്ല തന്നെ, ഒരു നബിക്കോ വിശ്വാസികൾക്കോ പാടില്ല തന്നെ മുശ്രിക്കീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന ഇസ്തിഗ്ഫാർ അവർക്ക് വേണ്ടി നടത്താൻ പാടില്ല. വലൗ കാനൂ ഉലീ ഖുർബാ, അവർ എത്ര അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും അവർക്ക് വേണ്ടി അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പാടില്ല. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകാവകാശികളാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പാടില്ല എന്ന് അള്ളാന്റെ കൽപ്പന. അപ്പൊ നമുക്ക് സംശയം വരില്ലേ, ഇബ്രാഹിം എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? പിന്നെ അതാണ് 114-ാമത്തെ ആയത്തിൽ തൗബയിൽ തുടർന്നുകൊണ്ട് പറയുന്നത്, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൽ ലില്ലാഹി തബറഅ മിൻഹു ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. എന്നാൽ ഇബ്രാഹിം തന്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടിയത് ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു, അദ്ദേഹത്തോട് മുമ്പെടുത്തൊരു കരാറിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് ചെയ്തതാണ്. പറഞ്ഞിരുന്നല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു, അത് അദ്ദേഹം നിർവഹിച്ചതാണ്. ആ അദ്ദേഹം തന്നെയും ഫലമ്മാ തബയ്യന ലഹു, അദ്ദേഹത്തിന് ബോധ്യമായി വ്യക്തമായപ്പോൾ ബാപ്പ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യമായപ്പോൾ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവായിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു മുശ്രിക്കിന് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ആ തത്വം ലോകത്ത് അറിയപ്പെട്ടു. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുംതഹിനയിലും പറയുന്നുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ ഇല്ലാ ഖൗല ഇബ്രാഹീം ലിഅബീഹി ലഅസ്തഗ്ഫിറന്ന ലക്. വളരെ കൃത്യമായിട്ട് അത് അവിടെയും ഓർമ്മപ്പെടുത്തി. ആ സൂറത്തിൽ എന്താ അല്ലാഹു പറയുന്നത്? വിശ്വാസികളോട് പറയാണ്, ഖദ് കാനത് ലക്കും, നിങ്ങൾക്കുണ്ട്, തീർച്ചയായും നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് ഫീ ഇബ്രാഹീമ, ഇബ്രാഹിം നബിയിലും വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും. ഇതിലാണ് മാതൃക? ഇത് ഖാലൂ, അവര് പറഞ്ഞ സന്ദർഭം, ലിഖൗമിഹിം, അവരുടെ മുശ്രിക്ക് ചെയ്യുന്ന ജനങ്ങളോട് അവര് പറഞ്ഞില്ലേ, ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ പുറമേ നിങ്ങൾ ആരാധിച്ചു വരുന്നവയിൽ നിന്നും ഞങ്ങൾ ഒഴിവാണെന്ന് പ്രഖ്യാപിച്ചില്ലേ.
കഫർനാ ബിക്കും ഞങ്ങൾ നിങ്ങളെ അവിശ്വസിച്ചിരിക്കുന്നു വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാ മുഅ്മിനീങ്ങളായ ഞങ്ങളും മുശ്രിക്കുകളായ നിങ്ങൾക്കുമിടയിൽ ശത്രുതയും വിദ്വേഷവുമൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കും. ആദർശ രംഗത്ത് നമ്മൾ ശത്രുക്കൾ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചില്ലേ? ഏതുവരെ ഈ ശത്രുതയുണ്ടാകും? ഏതുവരെ ഈ കോപമുണ്ടാകും? ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹു നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരെ ഈ ആദർശ വൈരവും ഈ ആദർശ പോരാട്ടവും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഇബ്രാഹിം നബിയും വിശ്വാസികളും അവരുടെ മുശ്രിക്കുകളോട് പറഞ്ഞതിൽ വിശ്വാസികളെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. കൂടെ കൂടാ നടക്കണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനാ നമ്മളോട് പറയുന്നത് ഇബ്രാഹിം നബിയിലും മുഅ്മിനീങ്ങളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഏത് വിഷയത്തിൽ? ശിർക്കിന്റെ വക്താക്കളോട് കൂട്ടുകൂടാതെ, അവരോട് ആദർശം അങ്ങുമിങ്ങും പങ്കുവെക്കാതെ, അത് അടിയറ വെക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചില്ലേ, ഞാനും നിങ്ങളും ആദർശ രംഗത്ത് ശത്രുക്കൾ തന്നെയാണ്. ആദർശ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ല. ആദർശ രംഗത്ത് ഞാനും നിങ്ങൾക്കുമിടയിൽ കാലാകാലം ശത്രുതയാണ്. ആ ശത്രുത എനിക്കും നിങ്ങൾക്കുമിടയിൽ അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുന്ന മുവഹിദുകളായി തീരുവോളം ശത്രുക്കൾ തന്നെയാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം വിശ്വാസികളും പറഞ്ഞതിൽ നിങ്ങൾക്കും മാതൃകയുണ്ട്, അത്യുത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ നമ്മോട് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് പറയുന്നു. ശിർക്കന്മാരുടെ പ്രവർത്തനങ്ങൾ, ബഹുഭൂരിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോ ബഹുസ്വര സമൂഹത്തിൽ, ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന നിലക്ക് അവരുടെ ശിർക്കൻ സംസ്കാരങ്ങളോട് കൂടികാടി കൊടുക്കണ്ട, അതിന്റെ വക്താക്കളാവണ്ട, അതിനെ പിന്തുണക്കാൻ പോകണ്ട, അതിന് ഹായ് പറയണ്ട, അതിന് ഒപ്പിട്ട് കൊടുക്കണ്ട, അതിന് വിഷു പറയണ്ട, അതിന് അഭിവാദ്യം അർപ്പിക്കണ്ട, അതിന് നീ നിന്റെ വകയായിട്ട് എല്ലാ രൂപത്തിലുമുള്ള ഹാപ്പി നീ അർപ്പിക്കണ്ട. കാരണം അത് ആദർശമാണ്. ആ രംഗത്ത് എന്നും ശത്രുക്കൾ തന്നെയാണ്. അബദാ, കാലാകാലം ആദർശ രംഗത്ത് ശത്രുക്കൾ തന്നെയാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ? അതിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് എന്താ അല്ലാഹു അവിടെ പ്രയോഗിച്ചത്? ഖദ് കാനത് ലകും ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അത്യുത്തമമായ മാതൃകയുണ്ട്. സൂറത്ത് മുംതഹിനയിലെ 4-ാമത്തെ ആയത്ത് ശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾ അതൊന്ന് വായിച്ച് മനഃപ്പാഠമാക്കണം. ആദർശ രംഗത്ത് എന്തിനാ നിങ്ങൾ ഇത്ര കണിശക്കാരാകുന്നത്? ഒന്നൊന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഈ നാട്ടിൽ ഐക്യം പുലരില്ലേ എന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ വെച്ച് ജനസ്വാധീനം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകന്മാര് നമ്മോട് ചോദിക്കുമ്പോ നമ്മൾ പറയും ഇല്ല, ആദർശ രംഗത്ത് സൗഹാർദ്ദമില്ല. മാനുഷിക കാര്യങ്ങളിൽ സൗഹാർദ്ദമാവാം, ഒന്നിക്കാം, യോജിക്കാവുന്ന പോയിന്റുകളിൽ യോജിക്കാം. അതേ അവസരത്തിൽ ശിർക്കിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, കുഫറിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ആ ശിർക്ക് കുറച്ച് നമ്മളും പിന്തുണച്ച് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അവരും പിന്തുണച്ചുകൊണ്ടുള്ള ഒരു അവിയൽ സംസ്കാര സൗഹൃദത്തിന് ഞങ്ങൾ ഒരുക്കമല്ലെന്ന് ഉറക്കെ പറയാനുള്ള ആ വീര്യം മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുപോലെയുള്ള വചനങ്ങളിൽ നിന്നാണ്. ഖദ് കാനത് ലകും ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ആ പ്രവാചകനിലാ ഉള്ളത്. അതല്ലാതെ രാഷ്ട്രീയക്കാരിലല്ല, പൊതുപ്രവർത്തകരിലല്ല, നേതാക്കളിലല്ല. നിങ്ങൾക്ക് മാതൃക ആരിലാണ് അല്ലാഹു പറഞ്ഞത്? ഫീ ഇബ്രാഹീം, ഇബ്രാഹീമിലും വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ ആദർശം സ്വീകരിച്ചവരിലും അവരാ പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അത് പറഞ്ഞിട്ട് പിന്നെ റബ്ബ് പറയാണ്, ഇല്ലാ ഖൗല ഇബ്രാഹീം ലി അബീഹി, ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ വാക്കിൽ ഒഴികെ അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. അത് നിങ്ങൾ പിന്തുടരണ്ട. ഇബ്രാഹിം ബാപ്പാക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പറഞ്ഞ ഒരു വാക്കുണ്ട്, ലഅസ്തഗ്ഫിറന്ന ലക, താങ്കൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കുക തന്നെ ചെയ്യും എന്ന് വാപ്പയോട് പറഞ്ഞില്ലേ? അതിൽ നിങ്ങൾക്ക് മാതൃക ഇല്ല. ശരിക്കും മനസ്സിലാക്കണം, അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. അതായത് മുശ്രിക്കായ ആൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ലെന്നതാണ് നിയമം.
ആ നിയമം അറിയുന്നതിന്റെ മുമ്പ് ആ ബാപ്പാക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പൊറുക്കലിനെ തേടിയത്. അദ്ദേഹത്തിന് പിന്നീട് കാര്യം ബോധ്യമായപ്പോൾ ആ പ്രാർത്ഥിച്ചതില്ലെന്ന് അദ്ദേഹം ഒഴിവ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ചില തത്വങ്ങളാണ്. ഇവിടെ നമ്മൾ അറിയാം, മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പാരമ്പര്യം, ആ കൃത്യമായ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. എന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും ആ ബാപ്പയോടുള്ള സ്നേഹം മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. പരലോകത്ത് വെച്ച് പോലും ബാപ്പയെ കണ്ടപ്പോ, ബാപ്പയെ കാണുന്ന നേരത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹുവോട് ഒന്ന് ചോദിച്ചു നോക്കും എന്ന് പറയുന്ന ഒരു ഭാഗം സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവായ ആസറിനെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടും. ബാപ്പയെ കണ്ടുമുട്ടും, ആസറിനെ കണ്ടുമുട്ടും. ആ സമയത്ത് ആസറിന്റെ മുഖമാകെ കറുത്തിരുണ്ട് എന്തോ ഒരു ഭീകരമായ അവസ്ഥയിൽ ഇങ്ങനെ കരിപുരണ്ട് വികൃതമായ നിലക്കുള്ള ബാപ്പയുടെ മുഖം കാണുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയോട് ചോദിക്കും, അലം അഖുൽ ലക ലാ തഅ്സിനി, ഓർക്കുന്നുണ്ടോ ഉപ്പാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്നെ അനുസരിച്ചോളാൻ, എന്നെ അനുസരണക്കേട് കാണിക്കല്ലേ, ധിക്കരിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ബാപ്പാ. ബാപ്പ പറയും ഫയഖൂലു അബൂഹു, അന്നേരം ബാപ്പ പറയും ഫൽ യൗമ ലാ ഉസീക്, ഇന്ന് നിനക്ക് ഞാൻ അനുസരണക്കേട് കാണിക്കൂല, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം എന്നവിടെ വെച്ച് ബാപ്പ പറയുമ്പോ ആ പിതാവിനോടുള്ള മനസ്സിന്റെ അടിത്തട്ടിലെ വികാരം മണപൊട്ടിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ വെച്ച് റബ്ബിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, യാ റബ്ബ് ഇന്നക വഅത്തനീ അല്ലാ തുഹ്സിനി യൗമ യുബഅസൂൻ. ജനങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ നിന്നെ ഞാൻ അപമാനിക്കുകയില്ല, എന്നെ നീ അപമാനിക്കുകയില്ലെന്ന് നീ എന്നോട് കരാറ് പറഞ്ഞതാണല്ലോ. നീ എന്നോട് കരാറ് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ ഇബ്രാഹിമേ, നിന്നെ പരലോകത്ത് ഞാൻ അപമാനിക്കുകയില്ലെന്ന്. ജനകോടികൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം നിന്നെ അപമാനിക്കില്ലെന്ന് എന്നോട് അല്ലാഹുവേ വാഗ്ദത്തം ചെയ്തതാണല്ലോ. ഇതായി കാണുന്ന എന്റെ ഉപ്പയുടെ കോലം ഇങ്ങനെ ഞാൻ കാണുന്നതിനേക്കാൾ എനിക്ക് ഏറെ അപമാനം ഇനി എന്താണ് റബ്ബേ എന്ന് പറയുന്ന നേരത്തെ റബ്ബ് പറയും അല്ല പറയും ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ആ നരകമാണ് അവർക്ക് ഇനി കിട്ടാനുള്ളത്. സ്വർഗം സത്യനിഷേധികളുടെ മേൽ ഞാൻ ഹറാമാക്കി കഴിഞ്ഞതാണ്. സ്വർഗം സത്യനിഷേധികൾക്ക് നിഷിദ്ധമാണ്. അത് പറഞ്ഞിട്ട് ഉടനെ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയപ്പെടും, യാ ഇബ്രാഹിം മാ തഹ്ത റിജ്ലൈക്, കാലിന്റെ അടിക്കൊന്നും നോക്കാം, ഇപ്പൊ ബാപ്പന്റെ കോല എന്താണ്, ഇപ്പൊ എന്തായി നിന്റെ ബാപ്പാന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിയേ എന്ന് പറയുമ്പോ ഫയൻദുറു, ഇബ്രാഹിം അലൈഹിസ്സലാം നോക്കുകയാണ്. അന്നേരം ഫഇദാ ഹുവ ബിദീഖിൻ മുതലത്തിഖിൻ, ചെളിയിൽ പരണ്ട് വൃത്തികെട്ട രൂപത്തിലുള്ള, ചെളിയിൽ ഇങ്ങനെ പൊതഞ്ഞു കിടക്കുന്ന വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു കഴുതപ്പുലിയുടെ രൂപമായി ബാപ്പ മാറ്റപ്പെട്ടു. ആ മൃഗത്തിന്റെ കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നരകത്തിയിലേക്ക് ഒരൊറ്റയിറങ്ങി എറിയപ്പെടുന്നു. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അവിടെ മകൻ പ്രവാചകനായിരുന്നു എന്ന കെയറോഫിലൊന്നും അവിടെ രക്ഷല്ല. അതാ ഇസ്ലാമിന്റെ തത്വം, ഒരു മനുഷ്യനും അവൻ അധ്വാനിച്ചതല്ലാതെ അവകാശപ്പെടാനില്ലാത്ത ലോകമാണ് പരലോകം. ഇവിടെ പലരുടെയും കെയർ ഓഫിൽ രക്ഷപ്പെടുന്ന ദുനിയാവാണ്.
പലരുടെയും സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ട് ശിക്ഷയിൽ ഇളവ് കിട്ടുന്ന ലോകമാണ്. പരലോകം നീതിയുടെ കോടതിയാണ്. അവിടെ ചൂഷണങ്ങളില്ല, ഇടത്തട്ടുകാരില്ല, അന്യായമായ റെക്കമെൻഡുകാരില്ല. എല്ലാം അവിടെ കൃത്യമായ നീതിയുടെ ഏറ്റവും വലിയ നീതിമാനായ അഹ്കമുൽ ഹകീമീനായ മാലിക് യൗമിദ്ദീനായ റബ്ബിന്റെ കോടതിയാണ്. അവിടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത രക്തബന്ധങ്ങൾക്ക് വിലയില്ല, സുഹൃത്ത് ബന്ധങ്ങൾക്ക് വിലയില്ല, കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ല, വിവാഹ ബന്ധങ്ങൾക്ക് വിലയില്ല. ആദർശത്തിന് മാത്രമാണ് വിലയുള്ളത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, റബ്ബി ലാ തുഹ്സിനി യൗമ യുബഅസൂൻ. ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ നീ എന്നെ അപമാനിക്കല്ല റബ്ബേ. ഏതാണ് ആ ദിവസമെന്ന് ഖലീലുള്ള എടുത്തു പറഞ്ഞു. യൗമ ലാ യൻഫഉ, ഉപകരിക്കാത്ത ദിവസമാണ്. മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിവസമാണ്. അതാണ് ബാപ്പാക്ക് ഇബ്രാഹിം നബി അവിടെ ഉപകരിക്കാതെ പോയത്. കാരണം അയാള് അവിടെ ശിർക്കിന്റെ വക്താവായിട്ടാ പരലോകത്ത് വന്നത്. അവിടെ മക്കളും അതുപോലെ തന്നെ താൻ ചെലവഴിച്ച സമ്പത്തുമൊക്കെ ഉപകരിക്കണമെങ്കിൽ ശിർക്ക് കുഫർ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട സലീമായ ഹൃദയത്തോട് പരലോകത്ത് എത്തിപ്പെടാൻ കഴിയുന്നവർക്കേ അവിടെ ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാത്തവർക്ക് അവിടെ അപമാനം തന്നെയാണ് ഉണ്ടാവുക എന്ന ഇസ്ലാമിന്റെ തത്വം. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ വാപ്പയാണ്. ഒരു ബാപ്പാന്റെ ഏറ്റവും വലിയ സ്വാധീനം മക്കളെ വഴിയിലൂടെയെങ്കിലും നടക്കുവോ? ഇല്ല, ഒരു നിലക്കും നടന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് വേണ്ട രൂപത്തിലൊക്കെ പറഞ്ഞു നോക്കിയല്ലോ, അത് ഫലപ്പെട്ടില്ല. അതുകൊണ്ട് പരലോകത്തും ശാശ്വത നരകം തന്നെയാണ് ആസറിന് വിധിക്കപ്പെടുന്നത് എന്നുകൂടി ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അറിയണം എന്ത്, ഒരു ബന്ധങ്ങൾ കൊണ്ടും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂല. എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ അമൽ ചെയ്തോളണം, ഞാൻ യഥാർത്ഥ മുഅ്മിനായി കൊള്ളണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രിയപ്പെട്ട മോളായ ഫാത്തിമയോട് പോലും പറഞ്ഞത്, ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ ബോഡിയെ നീ തന്നെ രക്ഷിച്ചോളണം ഫാത്തിമ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, നിനക്കെന്തെങ്കിലും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നേടിത്തരാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പോലും പുന്നാര റസൂല് പറയുന്നത് എന്തിനാ? കെയറോഫിലൊന്നോടെ രക്ഷപ്പെടൂലാണ്ട് മോമിനീങ്ങളാവണം, എല്ലാവരും മോമിനീങ്ങളാവണം. ഈമാനോടെ മരിച്ചു പോകാൻ കഴിഞ്ഞാലേ അതല്ലാത്തവർ റെക്കമെൻഡും അവർക്കൊന്നും അല്ലാത്തവർക്കൊന്നും ഒന്നും അവിടെ ഉപകരിക്കൂല എന്ന ശാശ്വതമായ സത്യം ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നർത്ഥം. ഇനിയും സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പിതാവ് ആട്ടി ഇറക്കി വിട്ടു, പുറത്തേക്കിറങ്ങി. ഇനി ആ യുക്തിബോധത്തോടെ പിന്നെയും അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതത്തഖിദു അസ്നാമൻ ആലിഹതൻ, വിഗ്രഹങ്ങളെയാണോ ദൈവങ്ങളാക്കി ഉപ്പാനിങ്ങൾ സ്വീകരിക്കുന്നത്? ഇന്നി അറാക വഖൗമക ഫീ ദലാലിൻ മുബീൻ, നിങ്ങളെയും നിങ്ങളുടെ ജനതയെയും വ്യക്തമായ വഴികേടിലാ ഞാൻ കാണുന്നത്. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ. വേറൊരു സ്ഥലത്ത് അല്ലാഹു അങ്ങനെയാ പറഞ്ഞത്, ഇബ്രാഹിമിന്റെ വൃത്താന്തം നീ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കൂ പ്രവാചകരെ. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും ജനതയോടും ഒക്കെ ചോദിച്ചു, മാ തഅബുദൂന, എന്തിനെയാ നിങ്ങൾ ആരാധിക്കുന്നത്? അവര് പറഞ്ഞു, നഅബുദു അസ്നാമാ, ഞങ്ങൾ വിഗ്രഹങ്ങളെ തന്നെ ആരാധിക്കുന്നത്. ഫനദല്ലു ലഹാ ആകിഫീൻ, അവയുടെ മുമ്പിൽ ഞങ്ങൾ ഭജനമിരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഖാല ഹൽ യസ്മഊനകും ഇദ് തദഊൻ, നിങ്ങൾ അവരെ വിളിക്കുമ്പോ നിങ്ങളുടെ വിളി അവരെ കേൾക്കുന്നുണ്ടോ? ഏത് കാലത്തും മുവഹിദുകൾക്ക് മുശ്രിക്കുകളോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. വിളിച്ചാ വിളി കേൾക്കുന്നവനോട് വിളിച്ചിട്ട് കാര്യമുള്ളൂ. വിളി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാനും കഴിയില്ല എന്ന് പറഞ്ഞവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശേഷണം സമീർ. എന്താ സമീർ എന്ന് പറഞ്ഞാൽ? എല്ലാം കേൾക്കും. ബസീർ, എല്ലാം കാണും. ഖദീർ, എല്ലാത്തിനും കഴിയും. അവന് കഴിയാത്തതില്ല, അവന് കേൾക്കാത്തതില്ല, അവന് കാണാത്തതില്ല. വേറെ ലോകത്തുള്ള ഏത് മഖ്ലൂഖിന്റെയും കേൾവിക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. കാഴ്ചക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. കഴിവുകൾക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്.
ഒരറ്റമില്ലാത്ത പരിധിയിൽ, ഒരു പരിധിയിൽ ഒതുങ്ങാത്ത ഏറ്റവും വിശാലവും വ്യാപകവുമായ കഴിവും അറിവും കാഴ്ചയും കേൾവിയുമുള്ള ഒരേ ഒരു നാഥനെയുള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനത്തെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഇടം മുതൽ ശിർക്കിന്റെ ലോകത്തേക്ക് മനുഷ്യനങ്ങ് കൂപ്പുകുത്തി വീണുപോകും. അതുകൊണ്ട് ആ ശിർക്ക് അങ്ങനെ ലോകത്ത് സംഭവിക്കുന്നത്. അള്ളാഹ് എല്ലാം കേൾക്കുന്നു വിശ്വസിച്ചുകൊണ്ട് തൗഹീദായോ? അള്ളാഹിനെ പോലെ വേറെ ആരും കേൾക്കൂലെന്നും കൂടെ വിശ്വസിക്കണം. അള്ളാഹ് എല്ലാം കാണുന്നവനാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ തൗഹീദിന്റെ ആളായോ? ഇല്ല. അള്ളാഹിനെ പോലെ വേറെ ആരും കാണൂലെന്നും കൂടെ വിശ്വസിക്കണം. അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് ഞാൻ അങ്ങനെ ആയത്തോതിയിട്ട് കാര്യമുണ്ടോ? ഞാൻ മുവഹിദാകോ? ഇല്ല. എന്റെ റബ്ബിന് കഴിവുള്ളതുപോലെ മുഴുവൻ കഴിവുള്ള ഒരാളുമില്ലെന്ന് കൂടി ഞാൻ വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്തതാ മുശ്രിക്കുകൾക്ക് പറ്റിയ തകരാറ്. അത് വിശ്വസിക്കാത്തതാ ലോകത്ത് വന്ന എല്ലാ ബഹുദൈവാരാധകന്മാർക്കും പറ്റിയ തകരാറ്. അള്ളാഹിനെ പോലെ കാണുന്നവര് വേറുണ്ട്, കേൾക്കുന്നവര് വേറുണ്ട്, കഴിയുന്നവര് വേറുണ്ട് എന്ന് അവര് വിശ്വസിച്ചു. അങ്ങനെ അള്ളാഹിനെ വിളിച്ചാൽ എവിടെ വെച്ച് വിളിച്ചാലും അള്ളാഹ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന് വിശ്വസിച്ചതുപോലെ മഹാത്മാക്കളെ, പല ആളുകളെയും, ബീവിമാരെയും, ശൈഖുമാരെയും പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കും പറയാനുള്ളത്, ഞങ്ങൾ വിളിക്കുമ്പോൾ വിളിപ്പുറത്തവരൊക്കെ ഓടിയെത്തും. ഞങ്ങളുടെ വിളി അവർ കേൾക്കുന്നുണ്ട്, ഞങ്ങളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾവശം പോലും അവരൊക്കെ ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിച്ചു. ഈ വിശ്വാസമാണ് മനുഷ്യനെ ശിർക്കിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി തൊടുത്തുവിടുന്ന ചോദ്യം എന്താ? നിങ്ങൾ വിളിക്കുമ്പോ അവര് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്തു തരുന്നുണ്ടോ? അല്ലെങ്കിൽ വല്ല ഉപദ്രവവും അവര് നിങ്ങൾക്ക് വരുത്തി വെക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ അവർക്കും കഴിയുന്നില്ല. ഉണ്ട് ഇബ്രാഹിമെ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും, അത് ധൈര്യല്ല. അതാണ് പറയാൻ ധൈര്യല്ല. എന്താ അവര് തിരിച്ചു മറുപടി പറഞ്ഞത്? ഖാലൂ, ഏത് കാലഘട്ടത്തിലും ഉത്തരം മുട്ടുമ്പോൾ യുക്തിയുടെയും പ്രമാണത്തിന്റെയും തെളിവിന്റെയും മുമ്പിൽ അടിയറവ് പറയേണ്ടി വരുമ്പോ ഒരു മുട്ടന്യായം പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. ഇതൊക്കെ തെറ്റാണെങ്കിൽ പിന്നെ മുൻഗാമികളൊക്കെ പഴച്ചവരാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവരോട് അതേ അവരുടെ ഹൃദയത്തിൽ തറച്ചു കയറുന്ന നിലക്ക് അവരുടെ ശിർക്കിന്റെ യുക്തിരാഹിത്യം, അതിൻ്റെതായ ആ യുക്തിയില്ലായ്മ, മടയത്തരം അങ്ങ് കൂരമ്പിന്റെ ശൈലിയിൽ തറക്കുന്ന ശൈലിയിൽ അങ്ങ് ചോദിക്കുകയാണ്. നിങ്ങൾ വിളിക്കുമ്പോ കേൾക്കുമോ? നിങ്ങൾക്ക് ഉപകാരം വരുത്തുമോ ഉപദ്രവം വരുത്തുമോ എന്ന് ചോദിക്കുമ്പോ അവരിതേ ന്യായമാ പറയുന്നത്. ഖാലൂ, ആ ജനങ്ങൾ പറഞ്ഞു, ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ ബാപ്പപ്പാപ്പമാരെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാ ഞങ്ങളൊക്കെ കണ്ടത്. പിന്നെ അവരൊക്കെ പൊട്ടന്മാരാണോ? അവരൊക്കെ പഴച്ചവരാണോ? അവരൊക്കെ മുന്തിയ ഞങ്ങളുടെ ബാപ്പപ്പാപ്പമാര് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ട് അവരൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടാ ഞങ്ങളും വളർന്നു വന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ നീനക്കെന്താ അവകാശമുള്ളതെന്ന അർത്ഥത്തിൽ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് മേനി നടിക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ. ഏത് കാലത്തും ആളുകൾ പറയുന്ന ഒരു ന്യായം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അതേ അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇതേ മറുപടി. ഇന്നാ വജദ്നാ ആബാഅനാ, അല്ലെങ്കിൽ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ ബാപ്പപ്പാപ്പമാരെ ഇങ്ങനെയാ ഞങ്ങൾ കണ്ടത്. ഇന്നും പറയുന്നു ആളുകൾ അങ്ങനെ തന്നെ. ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽക്ക് ഞങ്ങളെ വളർത്തിയ ഒരു ബാപ്പയുണ്ട്, ആ ബാപ്പയെ വളർത്തിയ ഒരു ഉപ്പാപ്പയുണ്ട്, ആ ഉപ്പാപ്പയെ വളർത്തിയ ഒരു പിതാമഹൻ വേറെയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ താവഴിക്ക് പാരമ്പര്യത്തിൽ ഇതുവരെ ഞങ്ങളൊക്കെ കേട്ടും കണ്ടും വളർന്ന ഒരു പാരമ്പര്യമുണ്ട്. അതിൽ ഞങ്ങളും അങ്ങ് നിൽക്കുന്നു. അതിലപ്പുറം നിന്റെ തെളിവൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, അതൊന്നും ചിന്തിക്കേണ്ട പ്രശ്നമേ ഞങ്ങൾക്കില്ല എന്ന മറുപടിയല്ലേ ഇന്നും കിട്ടാറുള്ളത്. ആ അവസരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചടിക്കുകയാണ്. ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ. ഉറച്ച മറുപടി കണ്ടോ? അവിടെയും ഉറച്ചു പറയാണ്.
എന്താ അദ്ദേഹം പറയുന്നത്? വാപ്പാരിങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്, അഫറഅയ്തും, എന്താ നിങ്ങളുടെ അഭിപ്രായം, മാ കുന്തും തഅബുദൂന, നിങ്ങൾ ആരാധിച്ചു വരുന്ന ഈ കാര്യങ്ങളെ കുറിച്ച്, അൻതും വഅബാഉകുമുൽ അഖ്ദമൂന, നിങ്ങളും നിങ്ങളുടെ പൂർവിക പിതാക്കളുമൊക്കെ അവരൊക്കെ ആരാധിക്കുന്നവരാണ്, അവരൊക്കെ അത് ചെയ്തവരായെന്നൊന്നും എന്നോട് പറയണ്ട. എങ്കിൽ എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളും അവരുമടക്കമുള്ള മുഴുവൻ ആ ശിർക്കിന്റെ വക്താക്കളും അവരൊക്കെയും എന്റെ ശത്രുക്കളാണ്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരാധിച്ചു വരുന്നവയിൽ എല്ലാവരോടും ഞാൻ ശത്രുതയിലാണ്. ഇല്ലാ റബ്ബൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബിനോടല്ലാതെ. ആ റബ്ബ് എന്റെ മിത്രമാണ്, ആ റബ്ബ് എനിക്ക് സ്നേഹമാണ്, ആ റബ്ബല്ലാത്ത മുഴുവൻ എണ്ണത്തിനോടും എനിക്ക് ശത്രുതയാണുള്ളത്. അപ്പൊ ഇന്ന് തന്നെ മനസ്സിലായി, അവര് റബ്ബുൽ ആലമീനെയും ആരാധിച്ചിരുന്നു. റബ്ബുൽ ആലമീനെയും അവർ ആരാധിക്കുന്നുണ്ട്, പുറമേയാണ് മറ്റുള്ളവർക്കും ഈ ആരാധന കൊടുക്കുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അവരൊക്കെ എന്റെ ശത്രുക്കളാ, പക്ഷെ റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീൻ ആ ശത്രുവല്ല, അതെന്റെ മിത്രമാണ് എന്ന അർത്ഥത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മാത്രല്ല അദ്ദേഹം പിന്നെയും പറഞ്ഞു, ഇബ്രാഹിം, ഇതിപ്പോ ശുഅറാ 69 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. ഇനി സൂറത്തുൽ അൻകബൂത്തിൽ കാണാം, ഇബ്രാഹിം ഇദ് ഖാല ലിഖൗമിഹി ഇബ്ദുല്ലാഹ വത്തഖൂഹു ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനാ വതഖ്ലുഖൂന ഇഫ്കാ ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖാ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. തൗഹീദ് ഇങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്നു, അല്ലാഹനെ മാത്രം ആരാധിക്കൂ, അവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കൂ. വിവരമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമമായത്. അള്ളാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളും ബിംബങ്ങളും അതൊക്കെ നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കിയ കള്ളദൈവങ്ങളാണ്. അള്ളാഹുവിന് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്നവയൊന്നും തന്നെ നിങ്ങൾക്ക് ഒരു റിസ്ഖിനെയും തരാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് റിസ്ഖിനെ തേടിക്കോ, അവനെ മാത്രം ആരാധിച്ചോ, അവനോട് മാത്രം നന്ദി കൊടുത്തോ. കാരണം ഇലൈഹി തുർജഊൻ, അവങ്കലേക്കാ മരിച്ചാൽ തിരിച്ചു ചെല്ലപ്പെടേണ്ടത്, മടക്കപ്പെടുന്നത്. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു അത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് ആ ദൗത്യം, കൂട്ടത്തിൽ ജനങ്ങളോടും ആ ദൗത്യം പറഞ്ഞു. ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എവിടേക്കാ പോകാനുള്ളത്, ആരാ സ്വീകരിക്കാനുള്ളത്, ആരാ തന്നെ ഏറ്റെടുക്കാനുള്ളത്, അതൊന്നും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചിട്ടില്ല. നമ്മളാണെങ്കിൽ അതാണ് ആദ്യം ചിന്തിക്കുക. അപ്പൊ ബാപ്പയുടെ ഇറക്കി വിട്ടപ്പോ എവിടേക്ക പോവുക, അതാണ് വിഷയം. പോകാൻ സ്ഥലമില്ലെങ്കിൽ അപ്പൊ തൽക്കാലം ബാപ്പനോട് ഒന്നും മിണ്ടണ്ട, ഇപ്പൊ ലീവിന് ചെന്ന സമയമാണ്, ഇപ്പൊ താമസിക്കാൻ പോരല്ല, മറ്റു സംവിധാനങ്ങളൊന്നുമില്ല, ബാപ്പനോട് ഇപ്പൊ പറയണ്ട, ഒന്നും മിണ്ടണ്ട. ബാപ്പാനെയും ഉമ്മാനെയും കുടുംബങ്ങളൊക്കെ സന്തോഷിപ്പിച്ച് മമ്പറത്തൊക്കെ ജാറം മൂടാൻ പോകാൻ പറഞ്ഞ, പോവുക അമ്മ, പോവുക, അജ്മീർക്ക് പോവുക എന്നാ പോവുക, ഏർവാടിക്ക് പോവുക എന്നാ നടക്കി, ആയിക്കോട്ടെ, ജീപ്പ് വിളിക്കുക, കാർ വിളിക്കുക, എല്ലായിടത്തും കറങ്ങുക, ജാറം മൂടുക, വിളക്ക് കൊളുത്തുക, അവിടെ പോവുക, ഇവിടെ പോവുക, എന്ത് തോന്നിയാസ്തി ചെയ്താലും റെഡിയാ. കാരണം ഇപ്പൊ പറഞ്ഞാ പുറത്താക്കും, ഇവിടെ നിൽക്കാൻ പറ്റൂല, എനിക്കിപ്പോ ഒന്നും ആയിട്ടില്ല, ഞാൻ എത്രയല്ലേ ആയിട്ടുള്ളൂ, ഞാനിപ്പോ എന്താ ചെയ്യാ, ആ എന്താ ചെയ്യാൻ ചോദിക്കണ്ടെന്നാ അപ്പൊ ഇതുവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതെ, അത് അല്ലാഹ് ഉണ്ടാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കൃത്യമായി ഒന്നും ആലോചിച്ചില്ല. നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയ ഓരോ പ്രദേശത്തും ഏറ്റെടുക്കാനൊക്കെ ആൾക്കാരെമ്പാടുണ്ട്, അല്ലേ? ഉണ്ട്. നമ്മളൊക്കെ ഒരു പ്രദേശത്ത് നിന്ന് ഇറങ്ങി, നമ്മളെ നാട്ടിലില്ലെങ്കിൽ കുറച്ച് അപ്പുറത്തെ നാട്ടിലുണ്ടാവും. നിങ്ങൾ ഇങ്ങോട്ട് പോരും, ഇവിടെ സൗകര്യം, ഇവിടെ പള്ളിയിൽ ഉറങ്ങാം, അല്ലെങ്കിൽ നമ്മളെ ഓഫീസിൽ ഉറങ്ങാം, അല്ലെങ്കിൽ നമ്മളെ പരിയിൽ നിങ്ങൾക്ക് താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കാൻ ആയിരങ്ങളില്ലേ? എന്നിട്ട് മിണ്ടാൻ ധൈര്യമുണ്ടോ നമുക്ക്? എന്നിട്ടൊന്ന് സംസാരിക്കാൻ ധൈര്യമുണ്ടോ നമുക്ക്? എന്നിട്ടാണ് ആരാരുമില്ലാത്ത ഒറ്റവ്യക്തിയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പ പുറത്താക്കിയപ്പോ എന്നാ പിന്നെ ബാപ്പ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു, ഞാൻ അത്രയൊന്നും കൊണ്ട് ചിന്തിച്ചിട്ടില്ല, ഞാൻ തൽക്കാലം ഇവിടെ കൂടിക്കോട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ഞാനിതാ ഇറങ്ങുകയാണ്. വമാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങളെ മാത്രമല്ല നിങ്ങൾ ആരാധിച്ചു വരുന്ന മുഴുവൻ വസ്തുക്കളെയും ഞാൻ ഒഴിവാണ്. വഅദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട്
മാത്രമേ ദുആ ചെയ്യുള്ളൂ. എനിക്ക് എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ എന്നെ അവൻ കൈവിടുമെന്ന് ഒരു ധാരണയും എനിക്കില്ല. എന്റെ റബ്ബ് എന്നോട് ഒരിക്കലും ഞാൻ ദൗർഭാഗ്യവാനാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു മഹാനായ പ്രവാചകൻ. അതൊന്ന് മനസ്സിലിങ്ങനെ കണ്ടു നോക്കൂ. ആ ഇറാഖിന്റെ ഒരു ഗ്രാമത്തിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് ആരാരും സഹായത്തിനില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം. ആരാ നാട്ടിൽ സ്വീകരിക്കാൻ? ആരെ കണ്ടിട്ടാ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോകുന്നത്? അള്ളാനെ കണ്ട് ഇറങ്ങിപ്പോകുന്നതാണ്. അള്ളാനെ കണ്ട് ഇറങ്ങിപ്പോകുന്നതാണ്. അത്രയൊന്നും ത്യാഗം ഇന്ന് നമുക്ക് പ്രബോധന രംഗത്തില്ല. ആരെത്ര പറഞ്ഞാലും ഇല്ല. പക്ഷെ നമ്മൾ ഉള്ളതൊക്കെ പർവ്വതീകരിക്കും. നമ്മളാണ്ട് ഊഹിക്കല. അപ്പോൾ പറഞ്ഞ ബാപ്പ പുറത്താക്കോ? ബാപ്പ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പറഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ പറഞ്ഞു നോക്കുമ്പോഴേക്കേ കണക്ക് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള മലർപൊടിക്കാരന്റെ സ്വപ്നമാണ് നമുക്ക് ദഅവത്തിലേറെയാണ്. ഒരുപാട് ഇപ്പുറത്തുനിന്ന് നമ്മളിങ്ങനെ കൂട്ടാൻ തുടങ്ങും. അതിപ്പാണ് പറഞ്ഞാൽ ബാപ്പ ഇങ്ങനെ, എളാപ്പ ഇങ്ങനെ, മൂത്താപ്പ ഇങ്ങനെ, ഇളയം അങ്ങനെ, ഉമ്മ ഇങ്ങനെ, മൂത്തമ്മ അങ്ങനെ, അങ്ങനെ പലതും പറഞ്ഞു. ഒന്നും സംഭവിച്ചിട്ടില്ല. പറഞ്ഞു നോക്കിയിട്ടില്ല. പറഞ്ഞു നോക്കാൻ വരെ ധൈര്യം കിട്ടിയിട്ടില്ല. എന്താ കാരണം? ആയിട്ടില്ല. ഏത് കാലത്താവൻ ആലോചിച്ചു നോക്കണം. നമ്മൾ ഈ ദൗത്യം നിർവഹിച്ചോ? പറഞ്ഞോ? അതിനാ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുന്നത്. വേറെ കഥ കേൾക്കാനല്ല, കേവല കഥ കേൾക്കാനല്ല. മഹാനുഭാവന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് മാതൃകയാണ്. മഹാന്മാരുടെ ചരിത്രങ്ങൾ ആശ്വാസമാണ്. മഹാന്മാരുടെ ചരിത്രങ്ങൾ മാതൃകാപരമാണ്. അത് ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ഇതൊക്കെ ഞാൻ എന്നോട് ചോദിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടത്. ദൗത്യം നിർവഹിച്ചിട്ട് ബാപ്പയോ ജ്യേഷ്ഠനോ അനുജനോ കേട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകുമോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാപ്പ നന്നായില്ലല്ലോ. ഇബ്രാഹിം നബിക്ക് വല്ല മോശം ഉണ്ടായോ? ഇല്ല. പക്ഷെ പറയാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ഞാൻ പറയൂല, ഇപ്പൊ നന്നായിട്ടൊന്നുമില്ല, ഞാൻ പറയണില്ല എന്ന് പറയുന്നത്. പറയണം. പറഞ്ഞിട്ടവര് നന്നാകലും നന്നാകാതിരിക്കലൊന്നും നമ്മുടെ കഴിവല്ല. നമുക്ക് പഠിച്ചത് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. ആ പഠിച്ച് പറഞ്ഞു കൊടുത്ത് അവര് കേട്ടത് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ആഴ്ന്നിറക്കിപ്പിക്കേണ്ടത് അല്ലാഹുവാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി ബാപ്പനോട് പറഞ്ഞിട്ട് ബാപ്പ നന്നായില്ലല്ലോ. ശൈലിക്ക് വല്ല കുറവുണ്ടായിട്ടാ? നമ്മളൊക്കെ ചിലപ്പോ പറയും നിങ്ങളെ ശൈലി നന്നല്ലായിട്ടാണ് ഈ ആൾക്കാർ വെറുക്കുന്നത്. ഇബ്രാഹിം നബിക്ക് ശൈലിക്ക് വല്ല മോശം ഉണ്ടായോ? എത്ര സൗമ്യമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കൂല. അത്രയൊന്നും ക്ഷമയില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര ക്ഷമയിലാ സംസാരിച്ചത്. ഇറക്കി വിട്ടപ്പോഴും പറഞ്ഞു ബാപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കട്ടോ, നിങ്ങൾക്ക് നല്ലത് വരട്ടോ എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്തൊരു മനസ്സ്. അത്രയും അള്ളാന്റെ കാവലുള്ള മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ബാപ്പ നന്നായില്ല. ഇബ്രാഹിം നബിക്കുള്ള ദറജക്ക്, ഗ്രേഡിന് അത് വല്ല കുറവും വരുത്തിയോ? ഒരിക്കലും ഇല്ല. അവിടെ നമ്മളെപ്പോഴും എന്താ വിചാരിക്കാറ്? ബാപ്പനോട് ഇപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ബാപ്പയൊന്നും നന്നാവൂല. ആരെ പറഞ്ഞു നിങ്ങളോട് നന്നാവൂല? ആരെ പറഞ്ഞു എന്നോട് നന്നാവൂല? അങ്ങനെ നമ്മളോട് ഒരാളെ കുറിച്ച് അയാൾ ഒരിക്കലും നന്നാവൂല എന്ന് പറഞ്ഞാൽ ഇസ്ലാം വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാളെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല. അയാൾ നന്നാവൂല, അവൻ കാഫിറാവും, അവൻ അങ്ങനെ ജീവിക്കൂ എന്ന് ഒരാളെ കുറിച്ചും നമുക്ക് പറയാനേ പാടില്ല. പഠിച്ചു വെച്ചോളുന്നില്ല, എല്ലാവരും പഠിച്ചു വെച്ചോളൂ. എത്ര കടുത്ത വരികയാണെങ്കിലും അവൻ ഗുണം പിടിക്കൂല, അവൻ ശപിച്ച അങ്ങനെ പോകുള്ളൂ എന്ന് പറയാൻ പാടില്ല. പുറത്തു കൊടുക്കൂല അവനെന്ന് പറയാൻ പാടില്ല ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. കാരണം അയാൾ അന്ത്യം എങ്ങനെ ആവാൻ നമുക്ക് പറയാൻ കഴിയൂല. ഹദീസിൽ നമുക്ക് കാണാം അല്ലാഹ് ഒരാൾക്ക് പുറത്തു കൊടുത്തു, ഒരാൾക്ക് അല്ലാഹ് സ്വർഗം കൊടുത്തു. എന്താ കാരണം? ഒരാളെ കുറിച്ച്, ഒരു ദോഷിയായ മനുഷ്യനെ കുറിച്ച് നല്ലവനായ ഒരാൾ പറഞ്ഞു അവനൊന്നും ഗുണം പിടിക്കൂലടാ, നീ ഒരിക്കലും നിന്നോടൊന്നും അല്ലാഹ് പൊറുക്കൂല എന്ന് പറഞ്ഞു. മരിച്ചു എന്ന് നോക്കുമ്പോ ഈ മനുഷ്യൻ പിന്നെ ഇങ്ങനെ ഈ വാക്കും കൊണ്ടുപോയി അയാൾ തൗബ ചെയ്ത് നന്നായി, അയാൾ സ്വർഗത്തിൽ പോയി, പറഞ്ഞോ നരകത്തിലേക്ക് പോയി എന്നാ പറഞ്ഞു. അപ്പൊ ഹിദായത്തിൽ നിന്ന് വെള്ളി വെളിച്ചം കൊടുക്കേണ്ടവൻ അല്ലാഹയാണ്. നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടിയിൽ അത് പെടുന്നില്ല. എന്ത്? ഒരാളെ നന്നാക്കൽ പറയാനേ പറഞ്ഞിട്ടുള്ളൂ, കേൾപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാ കേൾപ്പിക്കുന്നത്. പലരും പറയാറുണ്ട് 1,17,00,000 വീടുകളിൽ കേരളത്തിന്റെ ഡോർ ടു ഡോർ സംവിധാനം അനുസരിച്ച് എല്ലായിടത്തും കയറിയിട്ട് ഇപ്പൊ കേരളത്തിൽ നിങ്ങളങ്ങ് കേരളം മുഴുവനങ്ങ് ഇസ്ലാമികമാക്കുമോ എന്നൊക്കെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. ആരും അത് ഏറ്റെടുത്തിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല കേരളം മുഴുവൻ നന്നാകുമെന്ന്. 1,17,00,000 വീടുകളിൽ കയറിയിറങ്ങുമ്പോഴേക്ക് അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊന്നും നമ്മളാരും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ആശയുണ്ടാകും. അത് വേണം, നന്നായാലോ, നന്നാവട്ടെ എന്നൊക്കെയുള്ള നസീഹത്ത് വേണം. നന്നാവലും നന്നാവാതിരിക്കലും ഒക്കെ അള്ളയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഉണ്ട്. അതെന്താ? എത്തിക്കുക.
എത്തിച്ചു കൊടുക്കുക. സത്യത്തിന്റെ സന്ദേശം ഒരു CD-യിലൂടെ, ഒരു ലഘുലേഖയിലൂടെ, ഒരു പ്രസംഗത്തിലൂടെ, ഒരു എഴുത്തിലൂടെ, ഒരു ഫോൺ കോളിലൂടെ, ഒരു വിശദീകരണത്തിലൂടെ, ഒരു കാര്യങ്ങൾ അടുത്ത് സംസാരിക്കുന്നതിലൂടെ എത്തിച്ചു കൊടുക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. എത്ര പേരെ നീ സത്യത്തിന്റെ സന്ദേശം കേൾപ്പിച്ചുവെന്ന് വല്ലാഹി എന്നോടും നിങ്ങളോടും പരലോകത്ത് വെച്ച് ചോദ്യമുണ്ടാകും. എത്ര പേരെ നീ മാറ്റിയെടുത്തു എന്ന ചോദ്യം വല്ലാഹി ഞാനും നിങ്ങളും അടങ്ങുന്നവരോട് മാത്രമല്ല, മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും അല്ലാഹു ചോദിക്കൂല. കാരണം എന്താ? അത് അല്ലാഹ് മാത്രം, അവരിൽ മാത്രം നിശ്ചിതമായ കാര്യമാണ്. ഒരാൾ നന്നാക്കേണ്ട ഡ്യൂട്ടി നമുക്കില്ല, പക്ഷെ പറഞ്ഞു കൊടുക്കണം. ഞാനിതൊക്കെ ഇത്രയും വ്യക്തമായി പറയുന്നത് ഓരോരുത്തരും ചിന്തിക്കണം. അവരവരുടെ കുടുംബത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പയോട് പറഞ്ഞോ? അമ്മയോട് പറഞ്ഞോ? ഇല്ലെങ്കിൽ വൈകിക്കൂടാ. പറഞ്ഞിട്ട് അവര് കേട്ടോ കേട്ടില്ലേ അതൊന്നും വിഷയമല്ല, പക്ഷെ പറഞ്ഞോ, കേൾപ്പിച്ചോ, എത്തിച്ചു കൊടുത്തോ? ഈ സത്യം കേൾപ്പിച്ചുവോ? ചോദ്യമുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാകണം എന്നീ അവസരത്തിൽ സാന്ദർഭികമായിട്ട് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെയും കണ്ടിട്ടല്ല, സർവ്വലോക പരിപാലകനായ റബ്ബിലേക്കുള്ള പലായനമാണ്. റബ്ബിനെ മാത്രം കണ്ടുകൊണ്ട് ഇറങ്ങി. ഇനി ജനതയോട് സംവദിക്കുകയാണ്. നാട്ടിലിറങ്ങി, വാപ്പൊഴിവാക്കി. എന്നാ നീ നാട്ടിൽ നിന്ന് വേഗം പോവുക അല്ല, നാട്ടുകാരോടും കൂടി പറയാ. നാട്ടുകാരെ വിളിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം നാട്ടുകാരോട് നടത്തുന്ന ആ കൃത്യമായ വിവരണം സൂറത്തുൽ അൻആമിലെ 75 മുതൽ 79 വരെയുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. വകദാലിക നുരീ ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർള് വലിയകൂന മിനൽ മൂഖിനീൻ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. ജനങ്ങളോട് നടത്തിയ വളരെ കൃത്യമായ വിവരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആലോചിച്ച് നോക്കണം. അതൊന്ന് കണ്ണിൽ കണ്ടു നോക്കൂ. ഇബ്രാഹിം വാപ്പ പുറത്താക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ നാട്ടുകാരോട് പോയിട്ട് എല്ലാരും ഒന്ന് സോപ്പിട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടാന്നല്ലേ നമ്മൾ ചിന്തിക്കാം. ഈ നാട്ടുകാരെങ്കിലും വെറുപ്പിക്കേണ്ട, വാപ്പയെ പുറത്താക്കി. ഇനിയിപ്പോ ആകെ എന്തെങ്കിലും ഒരു സഹി ഉള്ളത് നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും നാട്ടുകാരെ പണക്കാതെ അങ്ങനെ നടക്കാം. എല്ലാവരെയും കണ്ടാ ചിരിച്ച് എല്ലാവരുടെയും ആളായിട്ട് ഞങ്ങളോടൊക്കെ നല്ലവനാട്ടോ, എനിക്ക് നിങ്ങൾ എന്തായാലും കുഴപ്പമില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ ആദർശല്ലേ, ഞാൻ നിങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, അതൊന്നും വിഷയമല്ല, അതൊന്നും പത്ര കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടിയാടി കൊടുക്കലാണല്ലോ നമ്മൾ നാട്ടിലിറങ്ങിയത് അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയും പരീക്ഷണ ഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോഴും അല്ലാഹ് പറയുന്നത് എന്താ? ആകാശഭൂമികളുടെ ആധിപത്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു, ദൃഢവിശ്വാസികളിൽ പെട്ടവനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് ആ സമയത്ത് രാത്രിയുടെ നേരമായപ്പോ അദ്ദേഹം ഇങ്ങനെ മാനത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് കാണുന്നു. രാത്രിയായപ്പോ അങ്ങനെ മാനത്ത് താരങ്ങൾ, നക്ഷത്രങ്ങൾ. ജനങ്ങളെ വിളിച്ചുകൂട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാ. എന്താ പറഞ്ഞ? ഇതെന്റെ റബ്ബാണ്. നക്ഷത്രങ്ങളെ ചൂണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാ എന്റെ റബ്ബ്. എന്താണ് അവിടെ ഉദ്ദേശം? ജനങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ഇബ്രാഹിം നബിക്ക് ഒരിക്കലും സംശയമല്ല നക്ഷത്രങ്ങൾ റബ്ബാണോ. കാരണം ബാപ്പനോട് ഉറക്കെ പറഞ്ഞിട്ടാ പോന്നിട്ടുള്ളത്, ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ, നിങ്ങളെയും നിങ്ങളുടെ ജനങ്ങളെയും വ്യക്തമായ വഴിപിഴവിലാ ഞാൻ കാണുന്നത്. അങ്ങനത്തെ ഇബ്രാഹിം നബിക്ക് ഇനി നക്ഷത്രം റബ്ബാവൂലാന്ന് ഉറപ്പാ. പിന്നെന്തിനാ? ഇതല്ലേ ഇപ്പൊ നിങ്ങൾ റബ്ബാന്ന് പറയുന്ന ആ ശക്തി എന്ന അർത്ഥത്തിലാണ് ആ ചോദ്യം. ഇതല്ലേ ഇപ്പൊ നിങ്ങൾ റബ്ബാന്ന് പറയുന്ന റബ്ബ് എന്ന അർത്ഥത്തിലാ. ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. കുറച്ചാണ് കഴിഞ്ഞപ്പോ നക്ഷത്രങ്ങൾ അങ്ങ് അസ്തമിച്ചു പോയപ്പോ
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവസരം മുതലെടുത്ത് ജനങ്ങളോട് പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിച്ചു പോകുന്നവരെ എനിക്ക് ഇഷ്ടമില്ല. റബ്ബാവണമെങ്കിൽ എന്നെന്നും എന്റെ കൂടെ വേണം, എന്നും വേണം, എന്നുമില്ലാത്തവരെ വേണ്ട. പിന്നീട് ചന്ദ്രനെ കണ്ടപ്പോഴും പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. ചന്ദ്രനും അസ്തമിച്ചപ്പോ പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് മാർഗദർശനം തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ പിഴച്ച കൗമിന്റെ കൂട്ടത്തിൽ ഞാനും പെട്ടുപോകുമായിരുന്നല്ലോ. സൂര്യൻ ഉദിച്ചത് കണ്ടപ്പോ അദ്ദേഹം അവിടെയും പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബല്ലേ. ഹാദാ അക്ബർ, ഇത് വല്ലാത്ത വലുപ്പവും വലിയതുമൊക്കെയാണല്ലോ. അതും അങ്ങ് അസ്തമിച്ചു പോയപ്പോ അദ്ദേഹം പ്രഖ്യാപിച്ചു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ റബ്ബിന് പങ്കുകാരായി നിശ്ചയിക്കുന്ന നിങ്ങളുടെ മുഴുവൻ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും ഞാനിതാ രാജിവെച്ച് ഒഴിവായി പോകുന്നു. ഞാനും നിങ്ങളും ബന്ധമില്ല. മറിച്ച് ഞാൻ എന്നെ തിരിച്ചിരിക്കുന്നത് ഏകനായ നാഥനിലേക്കാണ്. അസ്തമിച്ചു പോകുന്ന താരങ്ങളിലേക്കല്ല, അസ്തമിച്ചു പോകുന്ന ചന്ദ്രനെയല്ല, അസ്തമിച്ചു പോകുന്ന സൂര്യനെയല്ല. ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നത് ഇന്നി വജ്ജഹ്തു വജ്ഹിയ, എന്റെ മുഖത്തെ ഞാനിതാ നിശ്ചയം തിരിച്ചു വെച്ചിരിക്കുന്നു. ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ, ആകാശഭൂമികളെ മുൻമോഡൽ കൂടാതെ സൃഷ്ടിച്ചവനാ കഴിവുറ്റ നാഥന്റെ നേരെ ഹനീഫ. എന്റെ ഹൃദയത്തിൽ അതിൽ നിന്ന് ഒരു ചാഞ്ചല്യവുമില്ല. ഒരിടത്തേക്കും ആ സത്യത്തിൽ നിന്ന് തെറ്റുന്ന ഹൃദയമല്ല എന്റേത്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ലേ അല്ല. ജനങ്ങളോട് അവിടെ വെച്ചും അവരുടെ യുക്തിരാഹിത്യം, അവരുടെ വിഡ്ഢിത്തം, അവരുടെ ആദർശ രംഗത്തുള്ള ഏറ്റവും വലിയ വഴികേട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തോദ്ദീപകമായ നിലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ എന്നും ഇങ്ങനെ അസ്തമിച്ചു പോകുന്നു, എന്നുണ്ടോ ഈ സൂര്യൻ, എന്നുണ്ടോ ചന്ദ്രൻ, എന്നുണ്ടോ നക്ഷത്രങ്ങൾ? ഇല്ലല്ലോ. അതുകൊണ്ട് അവയ്ക്കൊന്നും നമുക്ക് കേൾക്കാനും കാണാനും കഴിയാനൊന്നും കഴിയൂല. ആ നിലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദാ റബ്ബി ആദാ റബ്ബി എന്ന് പറയുമ്പോൾ നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട. ഇബ്രാഹിം നബി കുറച്ചു നേരത്തേക്കെങ്കിലും ഓലെ കൂടെ ഒന്ന് കൂടിക്കൊടുത്തോ? മനസ്സിലൊരു ചാഞ്ചാട്ടമല്ല, അതൊരു സംവാദത്തിന്റെ ശൈലിയാണ്. ഒരാ പറഞ്ഞതാണ് അംഗീകരിച്ചു കൊടുക്കുകയാണ്. എന്തിന്? അവരെ ഉത്തരം മുട്ടിക്കാൻ. ഉത്തരം മുട്ടിക്കാൻ അതാണ് അംഗീകരിച്ചു കൊടുക്കാണ്. അതാണ് റബ്ബ് പറയുന്നത്, വത്തിൽക ഹുജ്ജതുനാ ആതൈനാഹാ ഇബ്രാഹീമ അലാ ഖൗമിഹി. തന്റെ ജനതക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉദ്ധരിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഹുജ്ജത്തുകളും തെളിവുകളുമൊക്കെ നാം ഇബ്രാഹീമിന് നൽകിയത്. ആ കൊടുത്ത ആ പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് പറയുന്നത്, ഇതാ റബ്ബ് ഇതാ റബ്ബ് എന്നൊക്കെ പറഞ്ഞ ആ ശൈലി സ്വീകരിക്കുന്നത്. ഒരിക്കലും അത് എന്തല്ല, അവരുടെ വിശ്വാസം ഒരല്പ നേരത്തേക്ക് പോലും കടമെടുത്ത് ആത്മാർത്ഥമായിട്ട് അത് സ്വീകരിച്ച് അവരെയൊക്കെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം തന്റെ റബ്ബാന്നങ്ങ് പറഞ്ഞ് നിന്നുകൊടുത്തതൊന്നും അല്ല എന്ന് വളരെ കാര്യ ഗൗരവത്തോടെ ദുർവ്യാഖ്യാനത്തിന് പഴുതുകളില്ലാത്ത നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യവും വ്യക്തവുമായ നിലക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് ആശയം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും മഹാനവറുകൾ അവിടെ സ്വീകരിച്ച പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് വരുന്ന അവസരങ്ങളിൽ വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരെ പകർന്നു തന്ന വീര്യത്തിലൂടെ ആ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദർശ രംഗത്ത് എന്നും വളരെ ഇഖ്ലാസും അതുപോലെ തന്നെ കൃത്യതയും നിത്യതയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്ന സഹോദരീ സഹോദരങ്ങൾക്ക് അല്ലാഹു സമ്പൂർണ്ണമായി ശിഫ നൽകുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.